ജോബി ചേട്ടോ, ജോബി ചേട്ടോ. ആ ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ പൊന്നോ, നിങ്ങളെങ്ങനെ അവിടെ എത്തി? അതൊക്കെ എത്തി. നിങ്ങളൊരു സ്റ്റൂളുമ്മ പോലും കേറാൻ പേടിയുള്ള ആളല്ലേ, പിന്നെ എങ്ങനെ അവിടെ എത്തി? അതൊക്കെ എത്തി മോളെ. ഇതെ കണ്ട, പറഞ്ഞ സമയം കൊണ്ട് ഞാൻ മുകളിലേക്ക് എത്തി, അതേപോലെ പറഞ്ഞ സമയം കൊണ്ട് താഴത്ത് എത്തിയിട്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഏണിയുടെ പ്രത്യേകതയാണ്. അപ്പൊ ഏണിയുടെ പ്രത്യേകത നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരാളൂടി ഉണ്ട്. അപ്പൊ ഏണിയുടെ പ്രത്യേകത എന്തൊക്കെയാ? ഈ ഏണിയുടെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ഇതിന്റെ വെയിറ്റ്ലെസ് ആണ്, സിമ്പിൾ ആണ്, 10 കിലോ വെയിറ്റ് ഉള്ള വരുന്നത്. പിന്നെ ഉള്ളത് ഇതിന്റെ സ്റ്റെപ്പിന്റെ വീതി. ഇത് ഫൈബർ സ്റ്റെപ്പാണ്. ഇത് അലൂമിനിയം പൈപ്പിൽ ഫൈബർ സ്റ്റെപ്പ് ഘടിപ്പിച്ചതാണ്. അപ്പൊ ഇത് വീതി ഉള്ളത് കാരണം എത്ര സമയം നമുക്ക് എന്താണ് ഇതിന്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യാം. കാലുവേദന എടുക്കില്ല. കാരണം കുരുമുളക് പറയുക എന്നുള്ളത് ഒരു കൂടുതൽ സമയം അതിൽ നിന്ന് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടാ. അപ്പൊ നമുക്ക് എത്ര സമയം ഇതിന് മുകളിൽ നിന്ന് വർക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ ഏണിയുടെ അടിയിൽ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇത് കണ്ടോ, ഈ ഫൗണ്ടേഷനിൽ 2 ആണി ഉള്ളത് കാരണം അതെന്താണ്, സ്ലിപ്പായി പോവില്ല, കറങ്ങി കളിക്കുകയും ചെയ്യും. നമ്മൾ ഒരു സ്റ്റെപ്പിൽ മാത്രം വെയിറ്റ് കൊടുത്താലും അത് കറങ്ങി കളിക്കില്ല, അത് അതേപോലെ വെക്കും. പിന്നെ ഉള്ളത് ഇതിന്റെ മുകളിലുള്ള ബ്രാക്കറ്റ് ആണ്, മരത്തിൽ പിടിപ്പിക്കുന്ന ക്ലാമ്പ്. അതെന്താണ്, അത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് മരത്തിന്റെ വണ്ണത്തിനനുസരിച്ച് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുന്ന അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് പെൺപിള്ളേർക്കൊക്കെ സുഖമായിട്ട് ഇത് എടുത്ത് കൊണ്ടുപോകാൻ തോന്നുന്നു. വളരെ ഈസി ആയിട്ട് വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താണ് വളരെ ഈസി ആയിട്ട്. അത് തന്നെയല്ല, ഈ തെങ്ങുമ്മ കയറാനും തേങ്ങ ഇടാനും ഒക്കെ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, കേരള ദേ വരുന്നൂടാ എന്റെ പൊന്നെ. ദേ പറഞ്ഞ സമയം കൊണ്ട് ദേ എന്തിട്ട് പോക്കാൻ പോണേ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞേ, സ്ത്രീകൾക്കും ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ദേ സിമ്പിളായിട്ട് കയറി കുരുമുളക് പറിക്കാം. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ തെങ്ങ് കയറാനായിട്ട് ആളെ കിട്ടിയില്ല, ഇനി ബുദ്ധിമുട്ടുണ്ടാകും. നേരെ ഈ ഒരു ഏണി, അവിടെ ഏണിയൊക്കെ ഓടി ചേട്ടാ, ഏണി. അപ്പൊ നേരെ കൊണ്ടുവയ്ക്കുക. അതേ ഇതേപോലെ മുകളിലേക്ക് കയറാൻ നേരെ താഴ്ത്തിക്ക് ഇറങ്ങി പോരെ. ഇതേ കണ്ട, ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം. സിമ്പിളാണ്. അപ്പൊ വെയിറ്റും കുറവാണ് അല്ലേ? അപ്പൊ ഇനി ഭർത്താക്കന്മാരൊക്കെ വീട്ടിലുള്ള എന്താ പറയാ പുറത്തേക്ക് പോയേക്കാണെങ്കിൽ, അതുപോലെ വീട്ടിലെ ആളില്ലെങ്കിൽ ചേച്ചിമാർക്ക് അതുകൊണ്ട് ഏറ്റവും ഉപകാരപ്പെടും. അത് തന്നെയല്ല, ഒരുപാട് തോട്ടങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കുണ്ട് ഈ മല മേഖലകളിലൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് തോട്ടങ്ങളുണ്ട് ഈ കുരുമുളക് പറിക്കാൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നു പറഞ്ഞേ. വളരെ യൂസ്ഫുൾ ആണ്. തോട്ടം മേഖലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് എവിടെയൊക്കെ കിട്ടും ഈ സാധനം? ഇത് നമുക്ക് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ അടുത്ത് ചെറുകോട് എന്ന സ്ഥലത്താണുള്ളത്. ഇത് നമ്മൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഡോർ ഡെലിവറി ആണ്. എവിടെ വിളിച്ചു ബുക്ക് ചെയ്താൽ ബന്ധപ്പെടാനുള്ള നമ്പറോടൊക്കെ തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബർ ഏണി. ഇതിന്റെ പ്രത്യേകത, ഇത് വെയിറ്റ്ലെസ് ആണ്, അതുപോലെ വീതിയുള്ള സ്റ്റെപ്പ് ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ അടിയിൽ ഫൗണ്ടേഷൻ ആണിയുണ്ട്, പിന്നെ മുകളിൽ ക്ലാമ്പ് ഉണ്ട്. ആർക്കും വളരെ ഈസി മറിയില്ല. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല. പക്ഷെ ചെറിയൊരു ഒലച്ചിൽ ഫീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഫൈബർ ആയത് കാരണം. കറണ്ട് അടിക്കില്ല. ഇല്ല, കറണ്ട് അടിക്കില്ല. ഇതിൽ ഫൈബറാണ്. ഇതാ ഇങ്ങനെ പോകുന്നു, ചെറിയൊരു ഒലച്ചിൽ വരും. ഇത് തന്നെ നമുക്ക് എന്താണ്, കുരുമുളക് വരയ്ക്കുന്ന പർപ്പസിന് വളരെ യൂസ്ഫുൾ ആണ്. അതെ. അപ്പൊ നമ്മളിതേ ഒരു വലിയ കവുങ്ങും തോട്ടത്തിന്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നന്നായി എന്താ പറയുക, അടയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സാഹചര്യങ്ങളിലും ഇത് ഇടാനായിട്ട് സമയത്ത് നമുക്ക് ആളെ കിട്ടാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തോട്ടി. ഈ തോട്ടിയുടെ പ്രത്യേകത എന്താ? ഈ തോട്ടി വെയിറ്റ്ലെസ് ആണ്. മെറ്റീരിയൽ കാർബൺ ഫൈബർ ആണ്. വളരെ വെയിറ്റ്ലെസ് ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും എത്ര ഹൈറ്റ് വരെ പോകുന്നത്? ഇത് ഏകദേശം 5, 10, 15, 20, 25, 30, 35, 40 അടിയോളം ഹൈറ്റ് വരും. 40 അടി ഹൈറ്റ് വരും സാധനം. ഇത് 50 അടിയുടെ ഉണ്ട്. ഇത് 50 അടിയുടെ ഉണ്ട്, 40 അടിയുടെ ഉണ്ട്. വെയിറ്റും ഇല്ല. അടക്ക പറിക്കുക, തേങ്ങ പറിക്കുക, അതുപോലെ ഉയരങ്ങളിലുള്ള ചക്ക, മാങ്ങ, അതെല്ലാം പറിക്കാം. എല്ലാം പറിക്കാം. അപ്പൊ ഇതൊന്നും അങ്ങനെ ഉയർത്തി കാണിച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ടെലസ്കോപ്പിക് ടൈപ്പ് ആണ്. ലോക്ക് ചെയ്തു, അടുത്ത തുറന്നു. 10 അടി നമ്മളിത് ആക്കി, അതും ദേ വീണ്ടും ലോക്ക് ചെയ്തു. 15ാമത്തെ അടി. പോണ നോക്കിയടാ സാധനം മുകളിലേക്ക് നോക്ക്. അടുത്തത് അങ്ങനെ നമ്മളിങ്ങനെ ഫുള്ളാക്കുമല്ലേ? ഫുള്ളാക്കും. അതെ, നമുക്ക് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അടുത്തത് പൊക്കാം. അതേ നോക്കിയേ, മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പോണ നോക്കി. ഓരോ ഒലച്ചിലൊന്നും ഇല്ല കേട്ടോ സാധനം, വെയിറ്റും ഇല്ല അല്ലേ? അടുത്തത് ലോക്കാക്കി ഇതേ പോണൂടെ മുകളിലേക്ക് വീണ്ടും പൊങ്ങി പൊങ്ങി. ഇതിപ്പോ ആകാശം വിട്ടു ചേട്ടാ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ. അടുത്തതും പോണു മുകളിലേക്ക് പൊങ്ങി 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 പൊങ്ങി. നമുക്ക് ആവശ്യമായിട്ട് മതി. ഓക്കെ. അപ്പൊ ഇനി 15 അടി ബാലൻസ് എടുക്കാണ് കേട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, തേങ്ങ ഇട്ടാലോ? തേങ്ങയില്ല, മറ്റേ സാധനം അടക്കിയിട്ടാലോ. അപ്പൊ കൊല കിട്ടിയാ? അപ്പൊ കിട്ടിയിട്ട് നഗര തോട്ടിയും കൊണ്ട് നമ്മൾ അങ്ങനെ അടയ്ക്കാൻ വലിച്ചിടാൻ പോവാണ്. വലിക്കാം. ഓക്കെ എന്നാ അങ്ങനെ. അയ്യോ വരുന്നുടാ പോലെ കൊല വീണ് ചെതറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ തോട്ടിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. കണ്ട, സിമ്പിളായിട്ട് വെയിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്താ പറയുക, പൊക്കും താത്തും ഒക്കെ ചെയ്യാട്ടെ. അപ്പൊ അങ്ങനെ ഇതേപോലെയുള്ള ഏത് കൊല വേണമെങ്കിലും നിങ്ങൾക്ക് വലിച്ചിടാനായിട്ട്
കണ്ട ഈ ഒരു തോട്ടി മതി, ഈ തോട്ടിയല്ല ആ തോട്ടി മതി കേട്ടാ. അപ്പൊ നമ്മളെ തോട്ടത്തിൽ കൂടെ നടന്നിട്ട് അടയ്ക്ക പറിച്ചു, തേങ്ങ പറിച്ചു, കുരുമുളക് പറിച്ചു. അപ്പൊ നമ്മളിത് നേഹയുടെ ഗോഡൌണിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ തോട്ടത്തിൽ കണ്ടിട്ടുള്ള ആ ഏണിയാണ് കുരുമുളക് പറിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു സാധനത്തിന് ഇതിപ്പോ എത്ര അടി ഉണ്ട്? ഇതിപ്പോ 6 മീറ്റർ ഉള്ളത്. 6 മീറ്റർ അടി കണക്ക് വരുമ്പോ 20 അടി. 20 അടി. അപ്പൊ 20 അടിയുടെ ഏണിയാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ അത് എത്ര വരെ പിന്നെ നീട്ടാൻ പറ്റും? ഇത് നമുക്കൊരു 10 അടിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 30 അടി വരെ ആക്കാം, കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അപ്പൊ ഈ 30 അടിക്കുള്ള വില എത്ര വരുന്നത്? 30 അടിക്ക് 12,000 രൂപ വരും. 12,000 രൂപ വരും. അപ്പൊ അതിന്റെ താഴത്ത് വരുന്നത് 20 അടിക്ക് 8,000 രൂപ. 8,000 രൂപ അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിനെ നിങ്ങൾക്ക് ഇപ്പൊ അകലേക്കൊക്കെ പോകുന്നവർക്ക് എങ്ങനെയെങ്കിലും ചുരുക്കിയും, അതായത് 2 ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. അപ്പൊ ഒന്ന് ലോക്ക് ചെയ്യുന്നത് കാണിച്ചേ. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ 2 പീസായിട്ട് 20 അടിയുടെ ഒരു പീസ്, 12 അടിയുടെയും 8 അടിയുടെയും 2 പീസാണുള്ളത്. അപ്പൊ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. കേറ്റിട്ടു. ഓക്കെ, അതിനൊരു ലോക്ക് നട്ട് ഇടുന്നു. അപ്പൊ ഇത്രയുള്ള സംഭവം. അതെ അതെ അതെ. അപ്പൊ ഇതിൽ കണക്ട് ചെയ്തു. ഇനി ഇതിൽ മരത്തിൽ പിടിപ്പിക്കുന്ന ക്ലാമ്പ് കൊടുക്കാനുണ്ട്, മരത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓ, അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ ലോക്ക് അല്ലേ. അതെ അതെ അതെ, അതാണ് ഇത് ഫൈബറിൽ നിർമ്മിച്ചാണ്. ഈ 2 പീസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. കേറ്റിട്ടു. ഓക്കെ, കേറ്റിയിട്ടിട്ട് ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മരത്തിന്റെ വണ്ണം അനുസരിച്ചിട്ട് ചെറുതാക്കാം, അതുപോലെ വലുതാക്കാം. എന്നിട്ട് പിറകിൽ നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ്. നമ്മള് മരത്തിന്റെ വണ്ണം സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മളടുത്ത് നിലവിലുള്ള ഐറ്റംസ് ആണ്. ഒന്ന് ഈ ഫൈബർ തോട്ടി, പ്യുവർ ഫൈബർ ആണ്, 100% ഫൈബർ. ഇതിൽ നമുക്ക് വലയും കത്തിയൊക്കെ യൂസ് ചെയ്യാം. കത്തിയായിട്ട് നമുക്ക് ഇടാം. ഇത് ടെലസ്കോപ്പിക് ടൈപ്പ് ആണ്. ഇതിന്റെ ഈ ബട്ടർഫ്ലൈ നെറ്റ് ലൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമുക്ക് ആവശ്യാനുസരണം നീട്ടി ഉപയോഗിക്കാം. നല്ല നീട്ടുണ്ടല്ലോ. മാങ്ങ പറിക്കാം, പപ്പായ പറിക്കാം, അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ. ഓക്കെ, പിന്നെ അടുത്തത് അതുപോലെ തന്നെയാണ് നമ്മളെ ചെറിയ ആവശ്യങ്ങൾക്ക് ഫാഷൻ ഫ്രൂട്ട് പറിക്കാൻ ബ്ലേഡ് ഉണ്ട്. ഞെട്ടി മുറിഞ്ഞു വീഴുന്നു. കോലിന്റെ തുമ്പത്ത് നമ്മൾ ചെറിയൊരു കണ കെട്ടിയിട്ട് അതിൽ വലിക്കും. അപ്പൊ ഇത് നമുക്ക് മാക്സിമം 21 അടി വരെ ഉപയോഗിക്കാം. അപ്പൊ ഈ തോട്ടിക്ക് വരുന്ന വില 5,600 ആണ്. അതായത് ഇതിന്റെ കൂടെ ഒരു കത്തി ഉണ്ടാവും, ഒരു നെറ്റും ഉണ്ടാവും. ഇനി ആർക്കെങ്കിലും പ്രൂണർ ആവശ്യമുണ്ടെങ്കിൽ ഇതിനൊരു എക്സ്ട്രാ 1000 രൂപയും കൂടെ വരും. അപ്പൊ ഈ ഒരു സംഭവത്തിന് അതെ. അപ്പൊ മൊത്തത്തിൽ വില വരുന്നത് മൊത്തത്തിൽ 6,600 വരും. അപ്പൊ ഇത് ആവശ്യമില്ലാത്തവർക്ക് 5,600 കത്തിയും വലയും അടക്കം. അതെ അല്ലെ. ഇതും നിങ്ങള് അപ്പൊ അതെ അടുത്തതേ ഒരു തോട്ടി കണ്ടല്ലോ ഇവിടെ. അടുത്തത് ഇത് നമ്മുടെ അലൂമിനിയം തോട്ടിയാണ്. ഇതിന്റെ പ്രത്യേകത 36 അടിയാണ് ഉള്ളത്. 36 അടി. ഇത് ഫുള്ള് അലൂമിനിയം ആണ്. അതായത് 12 അടിയുടെ 3 പീസാണ് ഇതിൽ വരുന്നത്. ഇതും തന്നെ അതുപോലെ നമ്മുടെ ആവശ്യാനുസരണം ഇങ്ങനെ ഓക്കെ. എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഈ ഒരു സാധനം വേണമെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കും. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ ഓൾറെഡി ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെലിവറിക്ക് നമ്മൾ പ്രത്യേകം പൈസ മേടിക്കുന്നില്ല. ഇല്ല. അപ്പൊ ഇത് 7,100 രൂപയാണ് ഈ ഒരു തോട്ടിക്ക് വരുന്നത്. 36 അടി നീളം വരുന്ന ഈ അലൂമിനിയം തോട്ടിക്ക് 7,100 രൂപയാണ്. കേരളത്തിൽ എവിടെയും നമ്മളിത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പുതുതായി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന 2 തോട്ടികളാണ്. ഒന്ന് കാർബൺ ഫൈബർ ആണ് വരുന്നത്. കാർബൺ ഫൈബർ എന്ന് പറയുന്നത് 50 അടി നീളമാണ് വരുന്നത്. 50 അടി നീളത്തിന് ഏകദേശം 45,000 രൂപ വരും. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് സ്പെസിഫിക്കേഷൻ കൂടുതലുള്ളതാണ്. ലോക്ക് സിസ്റ്റം അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അൺലോക്ക് ചെയ്യുക അത്രയും ഇങ്ങനെ ഉപയോഗിക്കാവുന്ന. ഇനി ഇതിന്റെ തന്നെ മറ്റൊരു വേർഷനാണ് അലൂമിനിയം തോട്ടി. ഇത് തീരെ വെയിറ്റ് ഇല്ല, ഇത് വളരെ വെയിറ്റ്ലെസ് ആണ്. എന്നാൽ അലൂമിനിയം തോട്ടി കുറച്ച് വെയിറ്റ് ഉണ്ടാവും, ഇത്തിരി കാനുണ്ട്. പക്ഷെ ഇതിന്റെ വരുന്ന റേറ്റ് 10,000 രൂപയാണ്. ഇതും തന്നെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ലോക്ക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ആർക്കും വളരെ അനായാസം ഉപയോഗിക്കാവുന്ന, സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട, തീരെ കനല്ലാട്ടാ. എനിക്ക് തോന്നുന്നു ഇതിന് 10,000 രൂപ. അതെ അല്ലേ. ഇപ്പൊ ഇത് മാർക്കറ്റിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇത് തൊട്ടുടനെ മാർക്കറ്റിലെത്തും. ഇപ്പൊ നിലവിൽ ഈ സാധനം നമുക്ക് ബുക്കിംഗ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ബുക്ക് ചെയ്ത് വെക്കാം. ഈ സാധനം ഒന്നും അധികം നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ ഇതും നിങ്ങൾ ഫ്രീ ഡെലിവറി ആണോ ഈ പറഞ്ഞ പോലെ? തോട്ടികളെല്ലാം തന്നെ എല്ലാം കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ട്. അല്ല, അപ്പൊ അതിന് നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് തരണോ? വേണ്ട, ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അതായത് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തിയതിന് ശേഷം മാത്രം, അതായത് കോണി ആയാലും അതേപോലെ എന്താ പറയാ തോട്ടി ആയാലും ഒക്കെ നിങ്ങൾക്ക് പൈസ വീട്ടിലെത്തിയതിന് ശേഷം മാത്രമാണ്. അല്ല, ഈ സാധനങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പൈസ കൊടുത്താൽ മതി. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ മാർക്കറ്റിൽ പുതിയ സംഭവങ്ങൾ ഇറങ്ങുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുമ്പോഴല്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുക. അപ്പൊ എന്തായാലും വളരെ നന്ദിയുണ്ട്, ഉപകാരമുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കണ്ടു പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള തോട്ടികളുണ്ട്, ഏടികളുണ്ട്. അപ്പൊ ഇതൊക്കെ മാർക്കറ്റിൽ ഓരോരോ സംഭവങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴല്ല